ഇത്രയേറെ ആധിപത്യത്തോടെ അടിച്ച് നശിപ്പിക്കുന്ന കളി കളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും. ഇന്ന് തന്നെ ശ്രീലങ്ക ജയിക്കിട്ട് എന്തൊരു അടിയാണ് അടിച്ച് 29 ബോളിൽ 94 റൺസ് അടിക്കുകയാണ്. അതിനകത്ത് തന്നെ ഭൂരിഭാഗവും ബൗണ്ടറീസ്. ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അജാതി ഡോമിനേഷൻ. നിങ്ങൾ നോക്കട്ടെ, ഒരു കഴിഞ്ഞ കളി കഴിഞ്ഞിട്ട് വൈഭവ് സൂര്യവംശി ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊരു സ്ട്രെസ്സിലും എന്തൊരു പ്രഷറിലും അയാൾ വരുന്നത്. ആ കളിക്ക് ശേഷം സീനുണ്ടാകുന്നു, ആ കളിക്ക് ശേഷം വിഷയങ്ങളുണ്ടാകുന്നു. അവിടുത്തെ ശ്രീലങ്കൻ പ്ലേയേഴ്സ് ഇദ്ദേഹത്തോട് പറയുന്നത് എന്താണ്, ഇത് IPL അല്ല എന്ന് പറയുന്നു. അതിന് വൈഭവ് കൊടുത്ത റിപ്ലൈയും പ്രോപ്പർ ഒന്നുമില്ല. വൈഭവ് കൈവെക്കുന്നു അവർക്ക് നേരെ. എന്നിട്ട് വൈഭവ് ഈ കളിയിലേക്ക് വരുന്നു. അതിനുശേഷമുള്ള അഫ്ഗാനിസ്ഥാനെതിരെയുള്ള കളിയിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ടൂർണമെൻറ്റിൽ ഒരു 50 പോലും വരുന്നില്ല. ഇത്രയേറെ പ്രഷറിൽ തന്നെ ട്രോളി വിട്ട ശ്രീലങ്കയ്ക്കെതിരെ വന്നിട്ട് ഇമാതിരി തൂക്കിയടി അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 29 ബോളിൽ 94. ഓക്കെ, യൂണിവേഴ്സൽ ബേബി ബോസ് എന്നാണ് വിളിക്കുന്നത്. യൂണിവേഴ്സൽ ബോസ് ആരായിരുന്നു? ക്രിസ് ഗെയിൽ. ക്രിസ് ഗെയിലിന് ഇതുപോലെ, ഓക്കെ ക്രിസ് ഗെയിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എപ്പോഴെങ്കിലും ക്രിസ് ഗെയിലിന് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ബോളേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ 29 ബോളിൽ 94 അടിച്ചു എന്ന് പറയുന്നു. ഇതിന് ഒരു മാസം തികയുന്നതിന് മുമ്പാണ് IPL 29 ബോളിൽ 97 റൺസ് അടിച്ചത്. 2 വട്ടവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി മിസ്സായി പോവുക. അത് കണ്ടിന്യൂസ് അടിക്കുന്ന അടി, കിൻഡലടി എന്ന് പറയുന്നു. ഇന്നത്തെ കളി നിങ്ങൾ നോക്കുക, ആൾ എത്ര ഓവർ ബാറ്റ് ചെയ്തു? 10 ഓവർ തികയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 9 ഓവർ തികയുന്നതിന് മുമ്പ് ആൾ ഔട്ടാകുക. 9 ഓവർ തികയുന്നതിന് മുമ്പ് ആൾ ഔട്ടാകുമ്പം ടീം സ്കോർ 130 കഴിഞ്ഞു. ആ 130 94 അടിച്ചേക്കുന്ന വൈഭവമാണ്. ഓർക്കണം, ടീമിൻ്റെ ഭൂരിഭാഗം റൺസ് പഠിക്കുന്നു, കളി 10 ഓവർ ആകുന്നില്ല, അതിനു മുമ്പ് ഇങ്ങനെ ഒരു അടി അടിക്കുക. ഇതേ വൈഭവ് 20 ഓവർ 30 ഓവറും ഒക്കെ, അല്ലെങ്കിൽ 40 ഓവറും ഒക്കെ, അല്ലെങ്കിൽ ഒരു കളി കരിയറിൽ 50 ഓവർ കളിക്കുന്ന സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതവസ്ഥ വരും. നമ്മൾ ഒരു കാലത്ത് പറയുമായിരുന്നല്ലോ, നമ്മുടെ രോഹിത് ശർമ്മയുടെ 264 ഒക്കെ അൺടച്ചബിൾ ആണെന്ന്. അങ്ങനെ അൺടച്ചബിൾ ആണോ? ബ്രേക്കബിൾ അല്ലാത്തതാണോ? ഇവൻ അമ്മാതിരി അടിയല്ലേ അടിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട്, ഇതിനു മുമ്പ് എനിക്കൊന്ന് യൂത്ത് ഏഷ്യ കപ്പാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എമർജിങ് ഏഷ്യ കപ്പാന്ന് തോന്നുന്നു, അതിൻ്റെ ഫൈനലിലും ഇതുപോലെ അടി. ആൾക്ക് പ്രഷർ മാറ്ററല്ല, ആൾക്ക് സ്റ്റേജ് മാറ്ററല്ല, ആൾക്ക് സിറ്റുവേഷൻ മാറ്ററല്ല, വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് കളിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ കിഡല്ല. ഓക്കെ, അവന് 13 വയസ്സാണെന്ന് പറയുന്നത്, 15 വയസ്സാണെന്ന് പറയുന്നു. ഓക്കെ, അവൻ്റെ പ്രായം കള്ളമാണെന്ന് വെക്ക്, എന്നായാലും 19 വയസ്സ് കൂടുതലില്ലല്ലോ. 4 വയസ്സിൽ കൂടുതൽ മായം കാണിക്കാൻ പറ്റില്ല. മായം കാണിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല മായമാണെന്ന്. പക്ഷേ ഇംജാതിയടി ഈ പ്രായത്തിൽ അടിക്കുന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ കിഡാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ MS ധോണിയെ കണ്ടിട്ടുണ്ട്, നമ്മൾ വിരാട് കോഹ്ലിയെ കണ്ടിട്ടുണ്ട്, നമ്മൾ വീരേന്ദ്ര സേവാഗിനെ കണ്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ആയിരക്കണക്കിന് വണ്ടർ കിഡ് എന്ന് പറഞ്ഞ് വന്നവരെ നമ്മൾ കണ്ടു, പൃഥ്വി ഷാ കയറി വരെ നമ്മൾ കണ്ടു. പക്ഷേ ഇവർക്കാർക്കും ഇല്ലാത്ത ലെവലിലുള്ള അടി അടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അടിക്കുക എന്ന് മാത്രമല്ല, അടിക്കുന്നത് അത് വലിയ ബ്രേക്ക് ഇല്ലാതെ ഈ മാസത്തിനുള്ളിൽ തന്നെ 29 ബോളിൽ 90+ അടിക്കണമെങ്കിൽ എന്തൊരു അടിയാണ് ഇവൻ അടിക്കുന്നത്. ഇന്നത്തെ അടി എത്ര? 11 ബോളിൽ 50 അടിച്ചേക്കുക. 11 ബോളിൽ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ താരം അടിച്ച ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 ആയിരിക്കും. യുവരാജ് 12 ബോളിൽ 50 അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യുവരാജ് 12 ബോളാണ്, ഇവിടെ വരുന്നത് 11 ബോളാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഇന്നിങ്സുകൾ നിങ്ങൾ നോക്കണം. വിജയ് ഹസാരയിൽ 84 ബോളിൽ 190 റൺസ് അടിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ട് U90ക്കെതിരെ അടിച്ചത് 80 ബോളിൽ 175 റൺസാണ്. അണ്ടർ 19 ഏഷ്യ കപ്പിൽ UAEക്കെതിരെ അടിച്ചത് 171 റൺസാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 38 ബോളിൽ 101. അതിനുശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഇപ്പോൾ 29 ബോളിൽ 94 അടിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെ 47 ബോളിൽ 96 അടിക്കുന്നു. ഈ സ്റ്റേജുകളൊക്കെ നിങ്ങൾ ഓർക്കണം. ക്വാളിഫയറിലും എലിമിനേറ്ററിലും ഒക്കെയാണ് ഇമാതിരി അടി അടിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഇത്രയും കളി കളിക്കുന്ന ഒരു പയ്യൻ ഹ്യൂമനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. സ്റ്റേജുകൾ ഞാൻ പറയുന്നത്, നമ്മൾ പല താരങ്ങളുടെ റൈസ് പല കാലയളവിലായിട്ട് കണ്ടിട്ടുണ്ട്, പല താരങ്ങൾ കയറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഡോമിനേറ്റഡ് ആയിട്ടൊരാൾ കയറി വരുന്നത്, ആൻഡ് ഓൾ ഓവർ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ഫാൻസായി പോകുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്ത് ഇപ്പം 2 വട്ടം പാകിസ്ഥാൻ ഓക്കെ 13 വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പം പാകിസ്ഥാൻ താരവുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എമർജിങ് ഏഷ്യ കപ്പിലാണെന്നും അവനുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഷൂവിൻ്റെ തട്ടിയാണ് കാണിക്കുന്ന വൈഭവ്. നീ ഒന്നുമല്ല, അത് റോങ് ആണ്. 2 ഇപ്പം ശ്രീലങ്കയായിട്ടുള്ള ഇൻസിഡൻറ്റിലാണെങ്കിൽ പോലും അവർ വന്നിട്ട് പ്രൊവോക്ക് ചെയ്യാനായിട്ട് പറയും ദിസ് ഈസ് നോട്ട് IPL എന്ന് പറയുമ്പോൾ തിരിച്ചവരെ തള്ളേണ്ട കാര്യമില്ലായിരുന്നു. റെസ്പോണ്ട് ചെയ്യാം, ഹ്യൂമനാണ്. പക്ഷേ തിരിച്ചവരെ തള്ളേണ്ട പ്രായത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പോലും ഒരു താരത്തിന് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് വരാൻ സാധിച്ചാലുണ്ടല്ലോ, ചെറിയ കാര്യമല്ല. പക്ഷേ ഇന്നത്തെ ഇന്നിങ്സ് അത്രമേൽ പ്രഷറിൽ ആളുകൾ സ്വഭാവത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഈ ടൂർണമെൻറ്റ് ഒരു 50 പോലും അടിക്കാത്ത സാഹചര്യത്തിൽ വന്നിട്ട് കളിക്കുന്ന കളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സല്യൂട്ട് അടിക്കേണ്ട കളിയാണ് കളിക്കുന്നത്.